ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 8-ാം അധ്യായം 2-ാം വാക്യം. അവൻ്റെ ആദ്യജാതന് യോവേൽ എന്നും രണ്ടാമത്തവന് അബിയാവ് എന്നും പേർ. ശമൂവേൽ പ്രവാചകന്റെ മക്കളായിരുന്നു യോവേൽ, അബിയാവ് എന്നിവർ. ശമൂവേൽ വൃദ്ധനായപ്പോൾ തൻ്റെ പുത്രന്മാരെ ഇസ്രായേലിന് ന്യായാധിപന്മാരാക്കി നിയമിച്ചു. ആദ്യജാതൻ യോവേലും രണ്ടാമൻ അബിയാവും ആയിരുന്നു. ഇവർ ബേർശേബയിലായിരുന്നു ന്യായാധിപ ശുശ്രൂഷ ചെയ്തു വന്നിരുന്നത്. ന്യായാധിപന്മാർ നിശ്ചിത ദേശപരിധിക്കുള്ളിൽ ഭരണം നടത്തുകയും നീതിന്യായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടവരായിരുന്നു. എന്നാൽ ഇവർക്ക്, അതായത് യോവേലിനും അബിയാവിനും, പിതാവിനെ പോലെ ശുശ്രൂഷയിൽ ശോഭിക്കുവാൻ സാധിച്ചിരുന്നില്ല. കാരണം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നൽകുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. യോവേലിനും അബിയാവിനും എന്തുകൊണ്ടാണ് അവരുടെ കർത്തവ്യം നിർവഹിക്കുവാൻ സാധിക്കാതെ പോയത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, അവർ ദുരാഗ്രഹികളും കൈക്കൂലി വാങ്ങുന്നവരും ആയിരുന്നു. ഇവിടെ ഇസ്രായേൽ മൂപ്പന്മാർ ഏവരും ഒന്നിച്ചുകൂടി രാമയിൽ വൃദ്ധനായ ശമൂവേലിൻ്റെ അടുക്കലെത്തുന്നു. അവരുടെ ആവശ്യം ന്യായമായിട്ട് ഉള്ളതായിരുന്നു. അത് 1 ശമൂവേൽ 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് അവരോട് പറയുന്നുണ്ട്. എന്നാൽ 1 ശമൂവേൽ 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലും നമുക്കിവിടെ അത്തരത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും. പിതാവിൻ്റെ മാതൃക അനുഗമിക്കാത്ത മക്കളായിരുന്നു യോവേലും അബിയാവും എന്ന് നമുക്ക് കാണാം. എന്നാൽ ഇവിടെ ശമൂവേൽ പ്രവാചകൻ തൻ്റെ അടുക്കൽ വന്ന മനുഷ്യരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ എന്ന് ശമൂവേൽ പ്രവാചകൻ തൻ്റെ സന്നിധിയിൽ ഒന്നിച്ചുകൂടിയ ജനത്തോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അപ്പൻ്റെ മാതൃകകൾ ഒരിക്കലും അനുഗമിക്കാത്ത മക്കളായിരുന്നു ഈ യോവേലും അബിയാവും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതിനാൽ തന്നെ അന്നത്തെ ജനങ്ങൾ ആകെ വലയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ രണ്ടാമതായിട്ട്, അവർ നീതിയും ന്യായവും മറിച്ചു കളയുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നീതിയുടെയും ന്യായത്തിൻ്റെയും നിഷേധമാണ് കൈക്കൂലി വാങ്ങുന്നത്. ഈ പ്രവണത രാജ്യത്തെ അക്രമത്തിനും പീഡനത്തിനും വഴിതെളിക്കുന്നു. കൈക്കൂലി ന്യായത്തെ തകിടം മറിച്ചു കളയുന്നു. നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയുവാനുള്ള കാഴ്ച നഷ്ടപ്പെടുത്തുന്നു. സജ്ജനത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുക, അവരെ പീഡിപ്പിക്കുക, അവർക്ക് അർഹിക്കുന്ന നീതിയും ന്യായവും അനുവദിച്ചു കൊടുക്കാതിരിക്കുക, ഇവയെല്ലാം കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നീചത്വങ്ങൾ തന്നെയായിരുന്നു. ആമോസ് പ്രവാചകനും തൻ്റെ പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നീതിയും ന്യായവും എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണം. എന്നാൽ ബലഹീന ജനവിഭാഗങ്ങൾക്ക് നീതിയും ന്യായവും ഉറപ്പായും ലഭിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കലർപ്പില്ലാതെ നീതി നടപ്പാക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രിയ കർത്താവേ, നീതിയോടും ന്യായത്തോടും കൂടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.